Hello students. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷണൽ ആൽജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസ് എന്നുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷണൽ ആൽജിബ്ര എന്നുള്ള ഭാഗമാണ്. നമുക്ക് നോക്കാം റിലേഷണൽ ആൽജിബ്ര എന്താണെന്നുള്ളത് നോക്കാം. It is a set of basic operations used to manipulate the data in relational model. നമ്മൾ റിലേഷണൽ മോഡൽ നമ്മൾ പഠിച്ചതാണ്. റിലേഷണൽ മോഡലിൽ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷണൽ ആൽജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റയെ അഥവാ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ആ ഓപ്പറേഷൻസിന് ഈ റിലേഷണൽ ആൽജിബ്രയിലുള്ള ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേഷണൽ മോഡലിലുള്ള ഡാറ്റയെ എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് റിലേഷണൽ ആൽജിബ്ര എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ റിലേഷണൽ ആൽജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഇസ് എ പ്രൊസീജിയറൽ കൊറിയ ലാംഗ്വേജ് എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഈ റിലേഷണൽ ആൽജിബ്ര ടേക്ക് വൺ ഓർ മോർ റിലേഷൻ ആസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂ റിലേഷൻ ആസ് ദെയർ ഔട്ട്പുട്ട്. അഥവാ ഈ റിലേഷണൽ ആൽജിബ്രയിലുള്ള ഓരോ ഓപ്പറേഷൻസും എന്തായിരിക്കും, അതിൻ്റെ ഇൻപുട്ടുകൾ എന്തായിരിക്കും, ഒന്നുകിൽ ഒന്നോ ഒന്നിലധികമോ എന്തായിരിക്കും, റിലേഷൻസ് ആയിരിക്കും അഥവാ ടേബിൾസ് ആയിരിക്കും അതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നുണ്ടാവുക. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, പുതിയൊരു റിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് അതിൻ്റെ ഡെഫിനിഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. ദെൻ ഇതിൻ്റെ ഓപ്പറേഷൻസ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് റിലേഷണൽ ആൽജിബ്ര എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഈ ഓപ്പറേഷൻസിന് മെയിനായിട്ടും രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് സെറ്റ് ഓപ്പറേഷനും രണ്ടാമത്തെ കാറ്റഗറി റിലേഷണൽ ഓപ്പറേഷൻസും ആണ്. ഫസ്റ്റ് ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷനിൽ വരുന്നതാണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ റിലേഷണൽ ഓപ്പറേഷൻസിൽ വരുന്നതാണ് സെലക്ട്, പ്രൊജക്റ്റ്, റീനെയിം, ജോയിൻ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്നാൽ ദീസ് ആർ ദ ബൈനറി ഓപ്പറേഷൻസ്. എന്താ ബൈനറി ഓപ്പറേഷൻസ് ആണ് ഏത്, ഈ ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസുകളെല്ലാം ബൈനറി ഓപ്പറേഷൻസ് ആണ്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈച്ച് ഈസ് അപ്ലൈഡ് ടു ടു റിലേഷൻസ് ഓർ സെറ്റ്സ്. അഥവാ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും, രണ്ട് റിലേഷൻസിലായിരിക്കും അല്ലെങ്കിൽ സെറ്റ്സിലായിരിക്കും. സെറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻ പറയാറുണ്ട്. സോ ഇവിടെ എന്താണ്, രണ്ട് റിലേഷനിൽ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻസിനൊക്കെ നമുക്ക് ബൈനറി റിലേഷൻസ് ആയിരിക്കും. സോ ബേസിക് സെറ്റ് ഓപ്പറേഷൻസ് ഉള്ള എല്ലാ ഓപ്പറേഷൻസും എന്താണ്, ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ടു റിലേഷൻ ഷുഡ് ബി യൂണിയൻ കോമ്പാറ്റബിൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസുകൾ എല്ലാം എന്തായിരിക്കണം, യൂണിയൻ കമ്പാറ്റബിൾ ആയിരിക്കണം. എന്തുവാ, ഇപ്പോൾ രണ്ട് റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് റിലേഷനുകളും എന്തായിരിക്കണം, ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ എടുത്തു, അതിൽ ഇൻപുട്ടായിട്ട് വരുന്നുണ്ടാവും രണ്ട് റിലേഷൻസ് ആയിരിക്കുമല്ലോ. സോ ആ രണ്ട് റിലേഷൻസും എന്തായിരിക്കണം, യൂണിയൻ കമ്പാറ്റബിൾ ആയിരിക്കണം. യൂണിയൻ കമ്പാറ്റബിൾ ഏതൊഴികെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് ആ കണ്ടീഷൻ ഇല്ല. അഥവാ ആ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന് യൂണിയൻ കമ്പാറ്റബിൾ ആവണമെന്നില്ല രണ്ട് റിലേഷൻസ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻസിനും ഇൻപുട്ടായിട്ട് വരുന്ന രണ്ട് റിലേഷൻസ് എന്തായിരിക്കണം, യൂണിയൻ കമ്പാറ്റബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ എന്താണ് യൂണിയൻ കമ്പാറ്റബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ട് റിലേഷൻസ് ആർ എന്നുള്ളതും എസ് എന്നുള്ള രണ്ട് റിലേഷൻസ് ഉണ്ട്. ആറിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, A1 A2 എക്സെട്ര AN, B1 B2 എക്സെട്ര BN ആട്രിബ്യൂട്ട്സ്. അഥവാ നെയിം, ഏജ് എന്നൊക്കെ കൊടുക്കുന്ന പോലുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ദെൻ ഇത് എപ്പോഴാണ് നമ്മൾ യൂണിയൻ കമ്പാറ്റബിൾ ആണെന്ന് പറയാൻ എന്നുള്ളതെങ്കിൽ, ഇഫ് ദേ ഹാവ് സെയിം ഡിഗ്രി n ആൻഡ് ഡൊമൈൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സ് ആർ ആൾസോ ദ സെയിം. അഥവാ യൂണിയൻ കമ്പാറ്റബിൾ രണ്ട് റിലേഷൻസും യൂണിയൻ കമ്പാറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷനാണ് രണ്ടിൻ്റെയും എന്തായിരിക്കണം, ഡിഗ്രി സെയിം ആയിരിക്കണം. രണ്ട് റിലേഷൻസിൻ്റെയും ഡിഗ്രി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതേപോലെ ഡൊമൈൻ ഓഫ് കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട്സ് ആർ ആൾസോ സെയിം. അഥവാ ഡൊമൈൻസ്, ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെയും ഡൊമൈൻസ് ഉണ്ടാവുമല്ലോ. സോ അതെന്തായിരിക്കണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് റിലേഷൻസിൻ്റെയും ആട്രിബ്യൂട്ട്സിൻ്റെ ഡൊമൈൻസ് സെയിം ആയിരിക്കണം. അഥവാ ഡൊമൈൻ ഓഫ് AI, ഇപ്പോൾ A1ൻ്റെ ഡൊമൈൻ എന്തായിരിക്കണം, ഈക്വൽ ടു ഡൊമൈൻ ഓഫ് B1ൻ്റെ ഡൊമൈനോട് ഈക്വൽ ആയിരിക്കണം. അതേപോലെ ഡൊമൈൻ ഓഫ് A2, ഡൊമൈൻ ഓഫ് B2, അങ്ങനെ അതാണ് ജനറലൈസ് ചെയ്തിട്ടുള്ളത്. ഡൊമൈൻ ഓഫ് AI ഈക്വൽ ടു ഡൊമൈൻ ഓഫ് BI ഫോർ ഐൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 to n. അഥവാ എത്ര ആട്രിബ്യൂട്ട്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച്
ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. ഇനി ഓരോ ബേസിക് സെറ്റ് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞു യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് റിലേഷൻ എനിക്ക് എക്സാമ്പിളിലൂടെ ആദ്യം മനസ്സിലാക്കി തരാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തിയറി പോർഷനിലോട്ട് പോകാം. രണ്ട് റിലേഷൻ എടുത്തു, നമ്മൾ പറഞ്ഞു ആറും എസും. ആറ് എന്നുള്ള റിലേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. അതിനുള്ള രണ്ട് അട്രിബ്യൂട്ട്സ് ആണുള്ളത്, എ ബി, ആൽഫ 1, ആൽഫ 2, ബീറ്റ 1 എന്നുള്ള വാല്യൂസും ആണ് ഇതിലുള്ളത്, ഈ റിലേഷനിലുള്ളത്. ഇതേപോലെ എ ബി എന്നുള്ള അതേ ഉള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള എസ് എന്നുള്ള റിലേഷൻ എടുത്തു, ആൽഫ 2, ബീറ്റ 3 എന്നുള്ള രണ്ട് വാല്യൂസാണ് അതിൽ ഉള്ളത്. ഓക്കെ, ഈ രണ്ട് റിലേഷൻസിനും യൂണിയൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർ യൂണിയൻ എസ് എന്ന് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നൊട്ടേഷൻ ഇവിടെ പറയുന്നുണ്ട്, ആർ യൂണിയൻ എസ് ഇങ്ങനെയാണ് എന്ത് യൂണിയൻ്റെ നൊട്ടേഷൻസ് വരുന്നത്. സോ അത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക, ആൽഫ 1, ആൽഫ 2, ബീറ്റ 1, ബീറ്റ 3. ദാറ്റ് മീൻസ് ആർ എന്നുള്ള റിലേഷനിലുള്ളയും എസ് എന്നുള്ള റിലേഷനിലുള്ള എല്ലാ കണ്ടൻസും എവിടെ വരും, ആർ യൂണിയൻ എസ് വരും. അഥവാ ഇനി എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, റിമൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് ആർ യൂണിയൻ എസ് എന്ന് പറഞ്ഞാൽ. അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, തിയററ്റിക്കലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നോക്കാം, ആർ യൂണിയൻ എസ് എന്ന് പറഞ്ഞാൽ ഇത് ഓർത്തു വെക്കേണ്ടതാണ്. ടി എന്നുള്ളതാണ് പുതിയ അഥവാ റിലേഷനിലുള്ള വാല്യൂ ആണ് കേട്ടോ, ആ ഒരു ആട്രിബ്യൂട്ടാണ്. ടി എന്ന് പറഞ്ഞാൽ ടി ഈസ് എലമെൻറ്റ് ഓഫ് ആർ ഓർ ടി ഈസ് എലമെൻറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായിരിക്കണം, പുതിയ ആ ടേബിളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഓരോ ടപ്പിൾസാണ്, അഥവാ ആർ യൂണിയൻ എസ് എന്നുള്ള അത് ആർ യൂണിയൻ എസ് ചെയ്യുന്നത് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷൻ്റെ ഓരോ ടപ്പിളും എന്തായിരിക്കണം, ടപ്പിൾ ഈസ് ഫസ്റ്റ്, ആ ടപ്പിളുകൾ എന്തായിരിക്കണം, ഈ ഒന്നുകിൽ ആറിലെ എലമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും, എസ്സിലെ എലമെൻ്റ് ആയിരിക്കും. സോ ആറിലെയോ എസ്സിലോ എലമെൻ്റ് ആയി കഴിഞ്ഞാൽ ആ ടപ്പിൾ എവിടെ വരും, ആർ യൂണിയൻ എസ്സിൽ വരും. സോ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ആർ എസ് മസ്റ്റ് ഹാവ് സെയിം ആരിറ്റി. ആറിനും എസിനും എന്തായിരിക്കണം, യൂണിയൻ നടക്കണമെന്നുണ്ടെങ്കിൽ സെയിം ആരിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ആരിറ്റി എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളതാണ്. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യും അല്ലേ. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ആൽഫ 2, ആൽഫ 2 രണ്ടിലും കോമൺ ആണ് അല്ലേ, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും യൂണിയൻ ചെയ്യുമ്പോൾ, അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്പറേഷൻ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇവിടെ ഒരു ഓതർ ബുക്ക് യൂണിയൻ ഓതർ ആർട്ടിക്കിൾ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റിലേഷനായിട്ട് വരുന്നത് ബുക്കും ആർട്ടിക്കിളും രണ്ട് റിലേഷൻസ് ഉണ്ട്, അഥവാ ടേബിൾസ് ഏതൊക്കെയാണ്, ബുക്ക് എന്നുള്ള ടേബിളുണ്ട്, ആർട്ടിക്കിൾ എന്നുള്ള ടേബിളുണ്ട്. ബുക്ക് എന്നുള്ള ടേബിളിലും ഉണ്ടാവും ആ ബുക്ക് എഴുതിയിട്ടുള്ള ആളെ പേര്, അതേപോലെ അതാണ് ആളെ ഓതറെ പേരാണ്, ഓതർ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. അതേപോലെ അയാൾ പബ്ലിക്കേഷൻ ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടേബിൾസ് ആയിരിക്കും ബുക്കും ആർട്ടിക്കിളും. ആർട്ടിക്കിളിലും എന്തുണ്ടാവും, ഓതർ എന്നുള്ള എന്തുണ്ടാവും, ആട്രിബ്യൂട്ട് ഉണ്ടാവും. അതേപോലെ ആ പബ്ലിക്കേഷൻ ഡേറ്റ്, പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇവിടെ എന്താ ചെയ്യുന്നത്, ബുക്ക് എഴുതിയിട്ടുള്ള ഓതേഴ്സിനെയും അതേപോലെ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ള ഓതേഴ്സിനെയും യൂണിയൻ ചെയ്യാണ്. അഥവാ നമുക്ക് കിട്ടുന്ന റിലേഷനിൽ എന്തുണ്ടാവുക, ബുക്കോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ, അല്ലെങ്കിൽ എന്നുള്ളതാണ്, ഓറാണ്, ബുക്കോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ എഴുതിയിട്ടുള്ള ഓതേഴ്സിൻ്റെ ലിസ്റ്റ് അടങ്ങിയിട്ടുള്ള ടേബിളായിരിക്കും, റിലേഷൻ ആയിരിക്കും നമുക്ക് എന്തുണ്ട് ഔട്ട്പുട്ടായിട്ട് ഈ യൂണിയൻ ഓപ്പറേഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതിന് അടുത്ത ഓപ്പറേഷൻ നോക്കാം. അടുത്ത ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേബിൾസിൻ്റെ കേസിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ കണ്ടോ, ഇൻ്റർസെക്ഷൻ എന്നതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക ആൽഫ 2 എന്നുള്ള ഒന്ന് മാത്രമാണ്. അഥവാ കോമൺ ആയിട്ടുള്ള രണ്ട്, ആർ എന്നുള്ള റിലേഷനും എസ് എന്നുള്ള റിലേഷനും ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആയിരിക്കും എന്തുവരെ ഇൻ്റർസെക്ഷൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുക. സോ നമുക്ക് നോക്കാം, അതാണ് ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
ദെൻ അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് ആർ ഇൻ്റർസെക്ഷൻ എസ് എന്നുള്ള രീതിയിൽ ഇത് വരും. അതിൻ്റെ നൊട്ടേഷന് വരും. ഇത് ഡിഫൈൻ ചെയ്യുന്നത് തിയററ്റിക്കലി ഡിഫൈൻ ചെയ്യുന്നത് ആർ ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പുതിയ വരുന്ന റിലേഷൻ്റെ ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ടപ്പിളുകൾ ഒന്നുകിൽ എന്തായിരിക്കും ആറിലെ എലമെൻറ്റും ആവണം, അതേപോലെ എസ്സിലെ എലമെൻറ്റും ആവണം. രണ്ടിലും എലമെൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ പുതിയ ആർ ഇൻ്റർസെക്ഷൻ എസ് എന്നുള്ള റിലേഷനിൽ ആ ടപ്പിൾ എലമെൻ്റ് ആവുകയുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പറയുന്നുണ്ട്, നേരത്തെ എക്സാമ്പിൾ തന്നെയാണ്. അഥവാ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും വരിക, നേരത്തെ എന്തായിരുന്നു, ബുക്കോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ എഴുതിയിട്ടുള്ള ഓതേഴ്സിനെ ആയിരിക്കും പുതിയ റിലേഷനിൽ വരിക എന്നുള്ളതായിരുന്നു നേരത്തെ യൂണിയൻ്റെ കേസിൽ. പക്ഷേ ഇൻ്റർസെക്ഷൻ്റെ കേസിൽ അങ്ങനെയാണോ? ഇവിടെ എന്താ, ബുക്ക് എഴുതിയിട്ടുള്ള ബുക്കും അതേപോലെ ആർട്ടിക്കിളും എഴുതിയിട്ടുള്ള ഓതറിനെ ആയിരിക്കും ഈ റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അഥവാ ബുക്ക് എഴുതണം, അതേപോലെ ആ ഓതർ തന്നെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഓതറിൻ്റെ പേരായിരിക്കും എന്തുണ്ടാവുക, പുതിയ റിലേഷനിൽ ഉണ്ടാവുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, യൂണിയനും ഇൻ്റർസെക്ഷനും. ഇനി അടുത്തത് നോക്കാം. അടുത്ത ടൈപ്പ് ഓപ്പറേഷനാണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. സെറ്റ് ഡിഫറൻസ് എല്ലാ രണ്ട് റിലേഷൻസ് നമ്മളെടുത്ത് RS നേരത്തുള്ള രണ്ട് റിലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എങ്ങനെയാണ്, ആൽഫ 1 ബീറ്റ 1 എന്നുള്ളതായിരിക്കും റിലേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ദാറ്റ് മീൻസ് R എന്നുള്ള റിലേഷനിൽ ഉള്ളതും അതേപോലെ S എന്നുള്ള റിലേഷനിൽ ഇല്ലാത്തതുമായിട്ടുള്ള, അഥവാ കോമൺ ആയിട്ടുണ്ടായിരുന്ന ആൽഫ 2 എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് എന്ത് ചെയ്യും, ആറിന്ന് എന്ത് ചെയ്യും, പോവും. ബാക്കിയുള്ള റിസൾട്ടുകളായിരിക്കും ഇത് കിട്ടുക. ആ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യാം. അഥവാ R മൈനസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ R സെറ്റ് ഡിഫറൻസ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുക, പുതിയ റിലേഷനിലുള്ള ടപ്പിൾസ് എന്തായിരിക്കും, ടപ്പിൾസ് ഈസ് എലമെൻറ്റ് ഓഫ് R ആൻഡ് T ഈസ് നോട്ട് എലമെൻറ്റ് ഓഫ് എസ്. അഥവാ ആറിലെ എലമെൻറ്റും ആവണം, അതേപോലെ പക്ഷേ എന്താവാൻ പാടില്ല, എസ്സിലെ എലമെൻറ്റും ആവാൻ പാടില്ല. അങ്ങനത്തതായിരിക്കും ഈ പുതിയ സെറ്റ് ഡിഫറൻസ് എന്നുള്ള ഓപ്പറേഷൻ്റെ റിസൾട്ടായിട്ട് വരുന്ന റിലേഷനിൽ ഉണ്ടാവുക. ആറിലെ ടപ്പിളും അതേപോലെ പക്ഷേ ആ ടപ്പിൾ എവിടെ ഇതാവാൻ പാടില്ല, എസ്സിലെ ടപ്പിൾ ആവാനും പാടില്ല. സോ അങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കൂ. അഥവാ ബുക്ക് എഴുതും വേണം, പക്ഷെ ആർട്ടിക്കിൾ എഴുതുകയും എഴുതാത്ത ഓതേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ടായിട്ട് വരുന്നത്. ഓക്കെ, ബുക്ക് എഴുതിയിട്ടുണ്ടാവും പക്ഷേ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാവാനും പാടില്ല. അങ്ങനത്തെ ഓതേഴ്സിനെ ആയിരിക്കും ഈ ഒരു സെറ്റ് ഡിഫറൻസ് എന്നുള്ള ഓപ്പറേഷൻ്റെ റിസൾട്ടായിട്ട് വരുന്ന റിലേഷനിൽ ഉണ്ടാകുന്നു. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ നോക്കാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു യൂണിയൻ കമ്പാറ്റബിൾ അപ്ലിക്കബിൾ അല്ലാത്ത ഒരു ഓപ്പറേഷനാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ റിലേഷൻസ് രണ്ടെണ്ണം എടുത്തു, RS എന്നുള്ള രണ്ട് റിലേഷൻസ് എടുത്തു. ആറിലുള്ളത് ആൽഫ 1 ബീറ്റ 2, എസ്സിലുള്ളത് ആൽഫ 10A ബീറ്റ 10A ബീറ്റ 20B എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് വരുന്നത് നോക്കുക, ഇങ്ങനെയായിരിക്കും വരിക, ശ്രദ്ധിക്കാം. ആൽഫ 1 ആൽഫ 10A, ആൽഫ 1 ആൽഫ 10A, ആൽഫ 1 ബീറ്റ 10A ബീറ്റ 10A, ആൽഫ 1 ബീറ്റ 20B, ആൽഫ 1 ബീറ്റ 20B. അതേപോലെ ഇനി അടുത്തത് ബീറ്റ 2 ആൽഫ 10A ബീറ്റ 2 ആൽഫ 10A ബീറ്റ 2 ആൽഫ 10A അതാണ് ഇവിടെ വരുന്നത്. ബീറ്റ 2 ബീറ്റ 20B ബീറ്റ 2 ബീറ്റ 20B. ഓക്കെ, അപ്പോൾ R ക്രോസ് S എന്നുള്ള രീതിയിലായിരിക്കും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വരുന്നത്. അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, മനസ്സിലായല്ലോ. ഇതിൽ ഓരോ എലമെൻ്റ് എടുത്തിട്ട് ഇതിനെല്ലാത്തുകൊണ്ടും എന്തായിരിക്കും ഇതിൻ്റെ വരുന്നത്. ഓക്കെ, എല്ലാ കോമ്പിനേഷൻസും വരുന്നുണ്ടാകും. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, R ക്രോസ് S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ T എന്നുള്ളത് എന്താണ്, ഇതിലുള്ളൊരു ടപ്പിളാണ്. Q എന്നുള്ളത് ഇതിൽ രണ്ടാമത്തെ റിലേഷനിലുള്ളൊരു ടപ്പിളാണെങ്കിൽ TQ എന്നാണ് വരിക. T ഈസ് എലമെൻറ്റ് ഓഫ് R ആൻഡ് Q ഈസ് എലമെൻറ്റ് ഓഫ് S. T എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലുള്ളൊരു എലമെൻറ്റും Q എന്ന് പറഞ്ഞാൽ ഇതിലൊരു എലമെൻറ്റും ആണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ, അതാണ് TQ എന്നുള്ളത്. T ഈസ് എലമെൻറ്റ് ഓഫ് R ആൻഡ് Q ഈസ് എലമെൻറ്റ് ഓഫ് S. ഇതായിരിക്കും ആ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇത്രയാണ് ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷനിൽ വരുന്നത്. ഇനി നമുക്ക് റിലേഷണൽ ഓപ്പറേഷൻസ് എന്നുള്ള ഭാഗം എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് റിലേഷണൽ ഓപ്പറേഷൻ ആണ് സെലക്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്താ, റിലേഷണൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസിൽ എന്തായിരുന്നു, ബൈനറി ഓപ്പറേഷൻസ് ആണ്. അതിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ബൈനറി ഓപ്പറേഷൻ അഥവാ രണ്ട് റിലേഷൻസ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ. ഈ റിലേഷണൽ ഓപ്പറേഷൻസ് എന്താണ്, ഒറ്റ റിലേഷനിൽ തന്നെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് എന്ത്, റിലേഷണൽ ഓപ്പറേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, സെലക്ട് ഓപ്പറേഷൻ. നോക്കാം. ഇറ്റ് സെലക്ട്സ് ടപ്പിൾസ് ദാറ്റ് സാറ്റിസ്ഫൈ എ ഗിവൺ പ്രെഡിക്കേറ്റ്. അഥവാ ഒരു പർട്ടിക്കുലർ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഓപ്പറേഷനാണ് സെലക്ട് ഓപ്പറേഷൻ. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെലക്ട് പി എന്താണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടായിട്ട് കൊടുക്കുക. ദെൻ ഓഫ് ആർ എന്താണ് ഇവിടുത്തെ റിലേഷനാണ് കേട്ടോ. ഓഫ് പി എന്ന് പറഞ്ഞാൽ ആ പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് പി ഈസ് കാൾ ദ സെലക്ഷൻ പ്രെഡിക്കേറ്റ്. പി എന്താ ഇവിടെ വിളിക്കാറ്, സെലക്ഷൻ പ്രെഡിക്കേറ്റ് എന്നാണ് പീനെ ഇവിടെ വിളിക്കുന്നത്. പി എന്നാണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രെഡിക്കേറ്റ് പി ഗീവ് ആസ് ദ സബ്സ്ക്രിപ്റ്റ് ഓഫ് ഓക്കെ സിഗ്മ ഉള്ളത്, സിഗ്മ നൊട്ടേഷൻ. ദെൻ എന്ത് ചെയ്യുന്നു, ഡിഫൈൻഡ് ആസ് ഇങ്ങനെയാണ് ചെയ്യുക. പ്രെഡിക്കേറ്റ് ഓഫ് ആർ ഈക്വൽ ടു ടി, ടപ്പിൾ എന്തായിരിക്കണം, ഈസ് എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് പി ഓഫ് ടി. അഥവാ ആ ഒരു പ്രെഡിക്കേറ്റ് കണ്ടീഷൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റും ആവണം, ആറിലെ എലമെൻറ്റും ആവണം. അതേപോലെ എന്താണ് ഈ ഒരു കണ്ടീഷനും കൂടി പി ഓഫ് ടി എന്നുള്ള കണ്ടീഷനും കൂടി, അഥവാ പ്രൊപ്പോർഷണൽ കാൽക്കുലസിലുള്ള ഫോർമുലയാണ്. സാധാരണ രീതിയിൽ പി ഈസ് എന്താ പറഞ്ഞാൽ ഈസ് എ ഫോർമുല ഇൻ പ്രൊപ്പോർഷണൽ കാൽക്കുലസ്. പ്രൊപ്പോർഷണൽ കാൽക്കുലസിലുള്ള ഒരു ഫോർമുലയാവും ഇവിടെ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് മനസ്സിലാവും. പ്രൊപ്പോർഷണൽ കാൽക്കുലസിലുള്ള ഒരു ഫോർമുല ആയിരിക്കും ഇവിടെ വരിക. ദാറ്റ് മീൻസ് ഒരു കണ്ടീഷൻ ആയിരിക്കും ഓഫ് ആർ. അപ്പം ഒരു എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. നമ്മൾ പറഞ്ഞു പി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ കാൽക്കുലസിലുള്ള ഒരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ കൺസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓഫ് ടേംസ് കണക്റ്റഡ് ബൈ ഇങ്ങനത്തെ കണക്റ്റേഴ്സ് ഉണ്ടാവും. അഥവാ ആൻഡ്, ഓർ, നോട്ട് ഒക്കെ ഉള്ള ഈച്ച് ടേം ഈസ് വൺ ഓഫ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഈ കണക്റ്റേഴ്സൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഫോർമുല ആയിരിക്കും. അതാണ് പ്രൊപ്പോർഷണൽ കാൽക്കുലസ് ഫോർമുല. അതായിരിക്കും പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അതേപോലെ അത് ഇങ്ങനെ ഒരു ഫോർമുല ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. അഥവാ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും, ഓപ്പറേഷൻ ഉണ്ടാവും, ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് അതിൻ്റെ ഇടയിലായിരിക്കും ആ ഓപ്പറേഷൻസ് ഉണ്ടാവുക. ഓപ്പറേഷൻസും ഏതൊക്കെയായാലും ഈക്വലോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നുള്ള ഓപ്പറേഷനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും വരിക. അതിൻ്റെ രണ്ട് സൈഡിലും ചിലപ്പോൾ എന്താവും, ആട്രിബ്യൂട്ട്സ് ആവും. അല്ലെങ്കിൽ ഒരു സൈഡിൽ ആട്രിബ്യൂട്ടും ഒരു സൈഡിൽ കോൺസ്റ്റൻസും എന്നുള്ള രീതിയിലും ഈ ഒരു ഫോർമുല വരാം. ഈ ഫോർമുലയിലുള്ള കണക്റ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്, ഓർ, നോട്ട് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ്. എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. ഇതൊരു സെലക്ട് ഓപ്പറേഷന് എക്സാമ്പിളാണ്. സെലക്ട് എന്താ സെലക്ട് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഫിസിക്സ് ആയിട്ടുള്ള ടീച്ചർ അഥവാ ടീച്ചർ എന്നുള്ള റിലേഷനാണ്. അവിടെ ടേബിൾ ടീച്ചർ എന്നുള്ളതാണ്. ആ ടേബിളിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ടേബിൾ ആ ടീച്ചർ എന്നുള്ള ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും, ടീച്ചറിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും, അതേപോലെ ടീച്ചറിൻ്റെ പേരുണ്ടാവും, ടീച്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ടീച്ചറിൻ്റെ ഏജ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ടീച്ചർ എന്നുള്ള ടേബിളിൽ ഉണ്ടാവും. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്താ വരിക, ആ ടീച്ചർ എന്നുള്ള ടേബിളിൽ നോക്കും. ആ ടീച്ചർ എന്നുള്ള ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഫിസിക്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും, റിസൾട്ടായിട്ട് കിട്ടും, സെലക്ട് ചെയ്യും. അതാണ് ഇവിടെ എന്ത് ഈ സെലക്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇതിൻ്റെ എന്ത് ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടാവുക. ഇവിടെ അനദർ വൺ നോക്കൂ. സെലക്ട് സാലറി ഗ്രേറ്റർ ദാൻ 9,000 സാലറിനെക്കാട്ടിലും കൂടുതലുള്ള സാലറി ഉള്ള സ്റ്റാഫ് എന്നുള്ള ടേബിളിൽ അല്ലെങ്കിൽ റിലേഷനിലുള്ള ആട്രിബ്യൂട്ട്സിനൊക്കെ എന്ത് ചെയ്യും, ഇത് എലമെൻസിനൊക്കെ എന്ത് ചെയ്യും, ഇത് റിട്ടേൺ ചെയ്യും. ഓക്കെ. അപ്പോൾ സ്റ്റാഫിൻ്റെ 9,000 സാലറി ഉള്ള സ്റ്റാഫിനൊക്കെ ഇവിടെ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്താൽ വരും. ഓക്കെ. ദെൻ അടുത്ത ഓപ്പറേഷനാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. പ്രൊജക്റ്റ് ഓപ്പറേഷനിൽ ഇറ്റ് ഈസ് എ യൂണറി ഓപ്പറേഷൻ. പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു യൂണറി ഓപ്പറേഷൻ ആണ്. ദാറ്റ് റിട്ടേൺസ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ് റിലേഷൻ വിത്ത് സെർട്ടൈൻ ആട്രിബ്യൂട്ട്സ് ലെഫ്റ്റ് ഔട്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണറി ഓപ്പറേഷൻ ആണ്. അത് റിട്ടേൺ ചെയ്യുന്ന ഇതെന്തായിരിക്കും, ഒരു ആർഗ്യുമെൻറ്റ് റിലേഷൻ ആയിരിക്കും. അത് ആർഗ്യുമെൻറ്റ് റിലേഷൻസ് ആയിരിക്കും. ചില എന്ത് ചെയ്യുന്നുണ്ടാവും, ആട്രിബ്യൂട്ട്സിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും എന്തുണ്ട് പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടാവുക. അഥവാ
അപ്പം ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് ചെയ്യും ടപ്പിൾസ് മാത്രം അല്ലെങ്കിൽ കുറച്ച് ടപ്പിൾസിനെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻ ആയിരിക്കും എന്തുണ്ടാവുക പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ടാവുക. ഗിവൺ സബ്സ്ക്രിപ്റ്റ് ഓഫ് the project operation as this attributes we wish to appear in the result. അഥവാ പ്രൊജക്റ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്തായിരിക്കും, ഏതൊക്കെ ആട്രിബ്യൂട്ടാണോ നമ്മൾ റിസൾട്ടിൽ അപ്പിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആ ഇതായിരിക്കും എന്തുണ്ടാവുക നമ്മൾ പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ നോക്കുക എക്സാമ്പിൾ, അഥവാ പ്രൊജക്റ്റ് ഓപ്പറേഷൻ ID, നെയിം, സാലറി ഓഫ് ഇൻസ്ട്രക്ടർ ആണ് ഇവിടെ റിലേഷൻ. ഈ ഇൻസ്ട്രക്ടറിൽ ചിലപ്പോൾ എന്തുണ്ടാവും ID, നെയിം, സാലറി, അതേപോലെ അയാളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. പക്ഷേ അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കുകയാണ്. വലിയൊരു റിലേഷനിൽ നിന്നും കുറച്ച് ആട്രിബ്യൂട്ട്സ് മാത്രം പ്രൊജക്റ്റ് ചെയ്തെടുക്കുകയാണ്. സോ അതൊന്നും വേണ്ടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആകെ എന്ത് മതി, ഒരു ഇൻസ്ട്രക്ടർ ID, നെയിം, സാലറി മാത്രം മതി ഒരു ആവശ്യത്തിന്. സോ നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ID, നെയിം, സാലറി ഓഫ് ഇൻസ്ട്രക്ടർ എന്ന് കൊടുക്കും. സോ നമുക്ക് എന്ത് ചെയ്യും, അത് മാത്രം നമുക്ക് എന്ത് ചെയ്യും പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. ഇതിനെ ഓക്കെ, ഇതാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഇനി അടുത്ത ഓപ്പറേഷനാണ് റീനെയിം ഓപ്പറേഷൻ. റീനെയിം ഓപ്പറേഷൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അലോ അസ് ടു റീനെയിം ദ ഔട്ട്പുട്ട് റിലേഷൻ. അഥവാ ഏതെങ്കിലും ഒരു, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന റിലേഷൻസിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ റീനെയിം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ റീനെയിം ഓപ്പറേറ്റർ ആണിത്. ഏതെങ്കിലും ഒരു റിലേഷനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് റിലേഷൻസിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നൊട്ടേഷൻ ഇങ്ങനെയാണ്. എക്സ് ഓഫ് റീനെയിം ഓപ്പറേറ്റർ എക്സ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷണൽ ആൽജിബ്ര എക്സ്പ്രഷൻ ആണ്. അഥവാ നമുക്കിപ്പോൾ റിലേഷണൽ ആൽജിബ്രയിൽ ഏത് ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അഥവാ റിലേഷൻസും ഉപയോഗിച്ചുണ്ടാക്കുന്നതാണല്ലോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. സോ റിലേഷണൽ ആൽജിബ്രയിൽ ഏതൊരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട്, അഥവാ ആ ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ടിന് എന്ത് ചെയ്യും ആയിട്ട് വരുന്ന റിലേഷനെ എന്ത് ചെയ്യും, റീനെയിം ചെയ്യും. ഏതാണ് ന്യൂ നെയിം, ഏതാണ്, ഈ എക്സ് ആണ്. അഥവാ ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇവിടെ എന്താണോ നമ്മൾ കൊടുത്തത് ആ ഒരു അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ആ റിലേഷൻ എന്ത് ചെയ്യും, എക്സ് എന്നുള്ളതുകൊണ്ട് റീനെയിം ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് റീനെയിം ഓപ്പറേഷൻ. ദെൻ അതേപോലെ ജോയിൻ ഓപ്പറേഷൻ, നാച്ചുറൽ ജോയിൻ ആണ് സാധാരണ രീതിയിൽ നടത്താറുള്ളത്. ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നാച്ചുറൽ ജോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ആർ എന്നുള്ള റിലേഷൻ ഉണ്ട്, എസ് എന്നുള്ള റിലേഷൻ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ നാച്ചുറൽ ജോയിൻ ചെയ്യുന്ന സിമ്പിളാണ് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ക്രോസിലുള്ള സിമ്പിൾ ആർ, ഇതാണ് നാച്ചുറൽ ജോയിൻ ഓഫ് എസ് എന്നുള്ള മീനിങ് വരുന്നത്. സോ ഇതിൽ നോക്കാം, ആൽഫ 1 ആൽഫ എ, ബീറ്റ 2 ഗാമ എ, ഗാമ 4 ബീറ്റ ബി, ആൽഫ 1 ഗാമ എ എന്നുള്ളതാണ് ഇതിലുള്ളത്. ഇതിൽ 1A ആൽഫ, 3A ബീറ്റ, 1A ഗാമ. സോ ഇതിനായിട്ട് നാച്ചുറൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നോക്കുക, കോമൺ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ്, അഥവാ ഇവിടെ ബിയും ഡിയും എന്താണ്, രണ്ടിലും കോമൺ ആണല്ലോ. സോ 1A ആൽഫ ഇവിടെ വരുന്ന നോക്കൂ, റിസൾട്ടിൽ ആൽഫ 1 ആൽഫ എ. ഇനി 1A എന്നുള്ളത് എന്താണ്, ഇതിൽ രണ്ടാമത്തെ ടപ്പിൾ ഇതിൽ റിലേഷനിലുണ്ട്. സോ 1A ആൽഫ ഇവിടെ വരും. ദാറ്റ് മീൻസ് എക്സ്ട്രാ എന്തേ വരാനുള്ളൂ, ആൽഫ എന്നുള്ളത് മാത്രമേ വരാനുള്ളൂ. ഇതിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ദെൻ നോക്കാം, പിന്നെ അതേപോലെ 1A ഉള്ളതിൽ ഇവിടെ വേറെ ഒന്നും കൂടിയുണ്ട്. സോ 1A ഉള്ളതുണ്ട്. അപ്പം അടുത്തതായിട്ട് എന്ത് വരും, ആൽഫ 1 ആൽഫ എ, ആൽഫ 1 ആൽഫ എ ഗാമ, ആൽഫ 1 ആൽഫ എ ഗാമ. ഓക്കെ, ദെൻ അടുത്ത നോക്കുക, ഇനി 1A ഉള്ളത് ഏതെങ്കിലും ഉണ്ടോ, ഇല്ല, രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് രണ്ടും എഴുതി. ഇനി നമുക്ക് നോക്കാം ബീറ്റ, അഥവാ 2A വരുന്ന ഏതെങ്കിലും ഉണ്ടോ, ഇതിലില്ല. സോ ഇവിടുത്തെ ബി ഡി നോക്കുക, ഇവിടുത്തെ ബി ഡി നോക്കുക. സോ ഇനി 4B വരുന്ന ഏതെങ്കിലും ഉണ്ടോ, ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ, വീണ്ടും 1A വരുന്നുണ്ട് അല്ലേ, ബി ഡിൻ്റെ വാല്യൂ 1A വരുന്ന വീണ്ടും ഉണ്ട്. സോ എന്ത് ചെയ്യുക, ആൽഫ 1 ഗാമ എ, ആൽഫ 1 ഗാമ എ, ഇവിടെ എന്ത് ചെയ്യുക, 1A വരുന്നേത്ത് ഇൻ്റെ വാല്യൂ ആൽഫ എടുക്കുക, ആൽഫ 1 ഗാമ എ, 1A വരുന്നേത്ത് ഗാമ എന്നുള്ള വാല്യൂ എടുക്കുക. സോ അങ്ങനെ കിട്ടുന്ന റിലേഷനാണ് നമുക്ക് ഇതാണ് നാച്ചുറൽ ജോയിൻ്റ് ഓപ്പറേഷൻസിൻ്റെ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.